പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയിൽ ഇന്ന് നാം കാണുന്നത് വെറും മിസൈലുകളുടെയും ടാങ്കുകളുടെയും പോരാട്ടമല്ല, മറിച്ച് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ സാമ്പത്തിക അടിത്തറ തോണ്ടുന്ന അത്യധികം അപകടകരവും എന്നാൽ കൃത്യവുമായ ഒരു സാമ്പത്തിക ക്ഷയയുദ്ധമാണ്. 2026 ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ സൈനിക മേധാവിത്വത്തെക്കാൾ പ്രകടമാകുന്നത് ആ രാജ്യത്തിന്റെ ആഭ്യന്തര സാമ്പത്തിക തകർച്ചയും അതിനെ താങ്ങി നിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന്റെ അന്ത്യവുമാണ്. ഇന്ന് ലോകം സാക്ഷി വഹിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ ഒരു പ്രതിരോധ തന്ത്രത്തിനാണ്. ഇസ്രായേലിന്റെ ആകാശത്തെ അജയമായ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അയൺ ഡോമിനെയും റഡാർ ശൃംഖലകളെയും അന്തമാക്കുന്ന തരത്തിലുള്ള വിസ്മയിപ്പിക്കുന്ന നീക്കങ്ങളാണ് ഇറാൻ പയറ്റുന്നത്. എന്നാൽ ഈ സൈനിക നീക്കങ്ങൾക്കപ്പുറം ഇസ്രായേലിനെ സാമ്പത്തികമായി പാപ്പരാക്കുന്നു എന്നൊരു വലിയ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. ഇറാനും അവരുടെ സഖ്യകക്ഷികളായ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസും ചേർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന യുദ്ധതന്ത്രം ലളിതമാണ്. കുറഞ്ഞ ചിലവിലുള്ള ആക്രമണം, ഉയർന്ന ചിലവിലുള്ള പ്രതിരോധം. ഇറാൻ വിക്ഷേപിക്കുന്ന ഒരു ഷാഹിദ് ഡ്രോണിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം $20,000. എന്നാൽ ഇതിനെ തകർക്കാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഓരോ തമിർ മിസൈലിനും ലക്ഷക്കണക്കിന് ഡോളർ വില വരും. ദീർഘദൂര മിസൈലുകളെ തടയാൻ ഉപയോഗിക്കുന്ന ആരോ 3 മിസൈലുകളുടെ കാര്യമെടുത്താൽ ചിത്രം കൂടുതൽ വ്യക്തമാകും. ഒരു ആരോ 3 മിസൈലിന് ഏകദേശം $3.5 മില്യൺ, അതായത് ഏകദേശം 29 കോടി രൂപ. നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഒരേ സമയം അയക്കുന്നതിലൂടെ ഇസ്രായേലിന്റെ ഖജനാവിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ശതകോടിക്കണക്കിന് രൂപയാണ് ആകാശത്ത് കത്തിത്തീരുന്നത്. 2026 കണക്കുകൾ പ്രകാരം ഇസ്രായേലിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 12% യുദ്ധച്ചെലവുകൾക്കായി മാത്രം നീക്കിവെക്കേണ്ടി വരുന്നത് ആ രാജ്യത്തിന്റെ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. യുദ്ധം കേവലം അതിർത്തികളിൽ ഒതുങ്ങുന്നില്ല, അത് ഇസ്രായേലിന്റെ നഗരങ്ങളെയും വ്യവസായങ്ങളെയും ബാധിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് റിസർവ് സൈനികരെ തൊഴിൽ മേഖലയിൽ നിന്ന് മാറ്റി യുദ്ധമുഖത്ത് നിർത്തുന്നത് ഇസ്രായേലിന്റെ ഉൽപാദനക്ഷമതയെ സാരമായി ബാധിച്ചു. നിർമ്മാണ മേഖലയും കൃഷിയും ഏതാണ്ട് പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയിലാണ്. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നിക്ഷേപം നടത്താൻ വിദേശ കമ്പനികൾ ഭയപ്പെടുന്നു. നിക്ഷേപങ്ങളിൽ ഉണ്ടായ 60% ഇടിവ് ഇസ്രായേലിന്റെ IT മേഖലയെ പോലും തളർത്തിക്കഴിഞ്ഞു. ഇസ്രായേലിന്റെ വരുമാന മാർഗങ്ങളിൽ പ്രധാനമായും ടൂറിസം ഇന്ന് വെറും ഒരു ഓർമ്മ മാത്രമാണ്. ഹോട്ടലുകളും വിമാനത്താവളങ്ങളും വിജനമായി കിടക്കുന്നു. അമേരിക്കൻ ആഗോള ആധിപത്യത്തിന്റെ നട്ടൽ എന്നത് അതിന്റെ സാമ്പത്തിക കരുത്താണ്. എന്നാൽ ഇന്ന് ആ നട്ടല് ഇസ്രായേലിന് വേണ്ടിയുള്ള യുദ്ധ ചെലവുകളാൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ പണപ്പെരുപ്പവും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും നേരിടുന്ന അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ ഈ അനന്തമായ യുദ്ധദാഹം എത്രകാലം താങ്ങാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അമേരിക്കൻ നികുതിദായകരുടെ അധ്വാന ഫലം പശ്ചിമേഷ്യ രക്തച്ചൊരിച്ചിലിനായി ദൂർത്തടിക്കുമ്പോൾ അത് ആഗോളതലത്തിൽ ഡോളറിനോടുള്ള വിശ്വാസം തകർക്കുന്നു. ലോകം ഇന്ന് ഡോളറിനെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രാദേശിക കറൻസികളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഡോളറിന്റെ ആധിപത്യം തകർക്കാൻ ഇറാനും മറ്റ് ബ്രിക്സ് രാജ്യങ്ങളും നടത്തുന്ന കരുത്തുറ്റ നീക്കങ്ങൾ അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. മിസൈലുകൾ എവിടെ നിന്ന് വരുന്നു എന്നത് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം റഡാർ സ്ക്രീനുകളിൽ ആയിരക്കണക്കിന് വ്യാജ സിഗ്നലുകൾ നിറച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ കേന്ദ്രങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന അതിന്യൂനതമായ ജാമിംഗ് രീതികളാണ് ഇപ്പോൾ പ്രയോഗിക്കപ്പെടുന്നത്. മിസൈലുകൾ വിക്ഷേപിച്ചാൽ ഉടൻ മുഴങ്ങേണ്ട മുന്നറിയിപ്പ് സൈറണുകൾ പോലും പലയിടങ്ങളിലും പരാജയപ്പെടുന്നത് ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകളിലും ജനവാസ കേന്ദ്രങ്ങളിലും വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത്. ശത്രുവിന്റെ ഒരു ഒറ്റ നീക്കവും വിടാതെ ഒപ്പിയെടുക്കുന്ന ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾക്ക് മുന്നിൽ കരിനിഴൽ വീഴ്ത്താൻ ഇറാന് സാധിച്ചുവെന്നത് പെറ്റഗണിനെ പോലും പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നു. മിനാബിലെ ഷാജറ തയ്യബ സ്കൂളിൽ പിഞ്ചുകുരുന്നുകളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആസൂത്രിതമായ ആക്രമണം ഇസ്രായേലിന്റെ സൈനികമായ ക്രൂരതയെ മാത്രമല്ല, മറിച്ച് ആ രാജ്യത്തിന്റെ പൂർണ്ണമായ ധാർമ്മിക തകർച്ചയാണ് കാണിക്കുന്നത്. അറിവിന്റെ വെളിച്ചം തേടിയെത്തിയ നിഷ്കളങ്കരായ വിദ്യാർത്ഥികളുടെ രക്തം വീഴ്ത്തിയതിലൂടെ തങ്ങളുടെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് സയനിസ്റ്റ് ഭരണകൂടം നൽകുന്നത്. അക്രമികൾക്ക് ഒരിക്കലും ശാശ്വതമായ വിജയമില്ലെന്ന് ചരിത്രം ആവർത്തിച്ച് തെളിയിച്ചിട്ടുമുണ്ട്. ഇന്ന് ഇസ്രായേലിന്റെ ഖജനാവ് ശൂന്യമാകുമ്പോഴും അവരുടെ ഏക ആശ്രയമായ അമേരിക്കയുടെ സ്വാധീനം പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് അതിവേഗം മാഞ്ഞു പോകുമ്പോൾ അവിടെ രൂപപ്പെടുന്നത് അടിച്ചമർത്തപ്പെട്ടവരുടെ കരുത്തുറ്റ ഒരു പുതിയ ലോകക്രമമാണ്. ഇറാന്റെ ചെലവ് കുറഞ്ഞ സൈനിക തന്ത്രങ്ങൾ ആഗോള യുദ്ധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഒന്നായി മാറിക്കഴിഞ്ഞു. തന്റെ പിതാവിനെ കൊലപ്പെടുത്തിയവർക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച മുസ്തഫ ഖമേനിയുടെ വാക്കുകൾ അമേരിക്കൻ ഭരണകൂടത്തെ ഭയപ്പെടുത്തുന്നതും അതുകൊണ്ടാണ്. സൈനികമായ പോരാട്ടത്തെക്കാൾ ഉപരിയായി അമേരിക്കയും ഇസ്രായേലിനെയും സാമ്പത്തികമായി തകർക്കുക എന്ന ഇറാന്റെ തന്ത്രം ലക്ഷ്യം കാണുന്നുവെന്നാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെ പതനം വെറും ഒരു രാഷ്ട്രീയ പ്രവചനമല്ല, മറിച്ച് കൃത്യമായ സാമ്പത്തിക കണക്കുകൾ വ്യക്തമാക്കുന്ന യാഥാർത്ഥ്യമാണ്. അത്യാധുനിക ആയുധങ്ങൾ ഉണ്ടായിട്ടും സാമ്പത്തികമായി തകരുന്ന ഒരു രാജ്യം എത്ര കാലം പിടിച്ചു നിൽക്കും? ഡോളറിന്റെ ആധിപത്യം തകരുന്നതോടെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെ വേഗതയും വർദ്ധിക്കുന്നു. പശ്ചിമേഷ്യയിൽ നിന്നും അമേരിക്കയെ തൂത്തെറിയാൻ തോക്കുകളെക്കാൾ വേഗത്തിൽ ഇറാന്റെ ഈ സാമ്പത്തിക മിസൈലുകൾക്ക് സാധിക്കുമെന്നത് 2026 പുതിയ രാഷ്ട്രീയ സത്യമാണ്. രക്തസാക്ഷികളുടെ പവിത്രമായ രക്തം വീണ ഈ മണ്ണിൽ നിന്ന് നീതിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പുതിയൊരു പ്രഭാതം ഉയരുക തന്നെ ചെയ്യും.